കേരളത്തിൽ ഒരു 3 കിലോ വാട്ട് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി 1,89,000 രൂപ മുതൽ 2,15,000 രൂപ വരെ ചിലവാകും. ഗവൺമെന്റ് 78,000 രൂപ സബ്സിഡി തന്നതിന് ശേഷവും നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് 1,00,000-ലധികം മുടക്കേണ്ടി വരും. ആ തുക ഇൻവെസ്റ്റ് ചെയ്ത ശേഷം KEC ബിൽ അതേപടി നിലനിൽക്കുന്നത് കണ്ടാൽ അതൊരു വല്ലാത്ത കഷ്ടം തന്നെയാണ്. സോളാർ വച്ചു ലക്ഷങ്ങൾ മുടക്കി സബ്സിഡിക്ക് വെയിറ്റ് ചെയ്തു, എന്നിട്ടും ബിൽ കുറഞ്ഞില്ല. ഈ സിറ്റുവേഷൻ ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒരു റോങ് ഇൻസ്റ്റാളർ, ഒരു റോങ് സിസ്റ്റം സൈസ്, ഒരു റോങ് കമ്പോണന്റ് ചോയ്സ്, ഒരു റോങ് ബില്ലിംഗ് കാൽക്കുലേഷൻ, ഇതിലൊന്നു മാത്രം പോരെ 1,00,000-ൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത ശേഷവും ബിൽ കുറയാതിരിക്കാൻ? ഇത് സോളാറിന്റെ പ്രശ്നമല്ല, ഇത് ഇൻഫർമേഷന്റെ പ്രശ്നമാണ്. ഒരു ബൈറേറ്റ് ഓഡിറ്റർ എന്ന നിലയിൽ ഇന്ന് ഞാൻ ആ എക്സാക്ട് 4 ട്രാപ്പുകൾ എക്സ്പോസ് ചെയ്യും. സബ്സിഡി ട്രാപ്പ്, KEC ബില്ലിംഗ് ട്രാപ്പ്, പവർ കട്ട് ട്രാപ്പ്, ഇൻവെർട്ടർ മിസ്മാച്ച് ട്രാപ്പ്. ഈ 4 കാര്യങ്ങൾ ഒരു സോളാർ ഇൻസ്റ്റാളർ നിങ്ങളോട് ഒരിക്കലും പറയില്ല, കാരണം ഇതവർക്ക് ലാഭകരമല്ല. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊരു ഇൻസ്റ്റാളറോട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ആ ഒരൊറ്റ ചേഞ്ച് 1,00,000-ൽ കൂടുതൽ സംരക്ഷിക്കുകയും ചെയ്യും. ട്രാപ്പ് 1, സബ്സിഡി ട്രാപ്പ്. ഒരു സോളാർ ഇൻസ്റ്റാളർ നിങ്ങളുടെ വീട്ടിൽ വരുന്ന സമയത്ത് ആദ്യം പറയുന്നത് 78,000 സബ്സിഡി ആയിരിക്കും. ഇത് റിയൽ ആണ്. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ PM സൂര്യകർ മുഫ്ത് ബജ്ലി യോജന സ്കീമാണ്. ഇന്ത്യയിൽ ഇതുവരെ 28 ലക്ഷത്തിൽ കൂടുതൽ ഹോംസ് ഈ സ്കീമിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ 78,000 നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തണമെങ്കിൽ 3 സ്പെസിഫിക് കണ്ടീഷനുകളുണ്ട്. ഒരൊറ്റ കണ്ടീഷൻ മിസ്സായാൽ 78,000 നഷ്ടപ്പെടും. കണ്ടീഷൻ 1, ഇൻസ്റ്റാൾ ചെയ്യുന്ന കമ്പനി PM സൂര്യകർ പോർട്ടൽ എംപാനൽഡ് ആയിരിക്കണം. കേരളത്തിൽ KEC അപ്രൂവ്ഡ് എംപാനൽഡ് കമ്പനീസ് ഉണ്ട്. pmsuryakar.government.in ലിസ്റ്റ് വെരിഫൈ ചെയ്യാം. ഒരു ലോക്കൽ ഇലക്ട്രീഷ്യൻ ചീപ്പായി ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ സബ്സിഡി ഇല്ല, മാനുഫാക്ചറർ വാറന്റി ഇല്ല, 25 ഇയർ പെർഫോമൻസ് ഗ്യാരണ്ടി ഇല്ല. എംപാനൽഡ് വെണ്ടറുടെ കൊട്ടേഷൻ 10,000-ൽ കൂടുതൽ ആണെന്ന് തോന്നാം. പക്ഷേ 78,000 സബ്സിഡി കൂടി കണക്കിലെടുത്താൽ എംപാനൽഡ് വെണ്ടർ എപ്പോഴും ചീപ്പറാണ്. ഇത് സിമ്പിൾ മാക്സ് ആണ്. കണ്ടീഷൻ 2, സിസ്റ്റം ഓൺ ഗ്രിഡ് ആയിരിക്കണം. ബാറ്ററി ബേസ്ഡ് ഓഫ് ഗ്രിഡ് സിസ്റ്റംസിന് ഈ സെൻട്രൽ സബ്സിഡി ബാധകമല്ല. ഓഫ് ഗ്രിഡിന് വേറെ ഗുണങ്ങളുണ്ട്. പക്ഷേ ഈ സ്പെസിഫിക് 78,000-ന് ഓൺ ഗ്രിഡ് മാൻഡറേറ്ററി ആണ്. ഒരു ഇൻസ്റ്റാളർ ഓഫ് ഗ്രിഡ് കൊട്ടേഷൻ ചെയ്ത് സബ്സിഡി ക്ലെയിം ആകുമെന്ന് പറഞ്ഞാൽ ആ ക്ലെയിം ഫാൾസ് ആണ്. കണ്ടീഷൻ 3, ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മിസ് ചെയ്യുന്നത്. മാക്സിമം 78,000 സബ്സിഡിക്ക് കുറഞ്ഞ 3 കിലോ വാട്ട് സിസ്റ്റം വേണം. 5 കിലോ വാട്ട് ഇൻസ്റ്റാൾ ചെയ്താലും 78,000 മാത്രം. 10 കിലോ വാട്ട് ഇൻസ്റ്റാൾ ചെയ്താലും 78,000 മാത്രം. 1 രൂപ പോലും കൂടില്ല. അതുകൊണ്ട് ഭൂരിഭാഗം കേരള ഹോംസിനും 3 കിലോ വാട്ട് ആണ് മാത്തമാറ്റിക്കലി കറക്റ്റ് ചോയ്സ്. മാക്സിമം സബ്സിഡി, മിനിമം ഇൻവെസ്റ്റ്മെന്റ്. ഒരു 3 കിലോ വാട്ട് സിസ്റ്റം കേരളത്തിൽ ഒരു മന്തിൽ 360 മുതൽ 450 യൂണിറ്റ്സ് വരെ ജനറേറ്റ് ചെയ്യും. ഇയറിൽ 28,000 മുതൽ 32,000 വരെ ബിൽ സേവിംഗ് ഉണ്ടാകും. പേബാക്ക് പീരീഡ് 3 മുതൽ 4 വർഷം. അതിനുശേഷം 20 വർഷം ഫ്രീ ഇലക്ട്രിസിറ്റി. ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ ലോങ് ടൈം ROI ഏത് ബാങ്ക് FD-യെക്കാളും മികച്ചതാണ്. FD-യിൽ 7% റിട്ടേൺ, സോളാറിൽ ബിൽ സേവിംഗ്, ROI 25 to 30%. ഒരൊറ്റ ഡിസിഷൻ, 25 വർഷത്തെ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ്. ഒരു കാര്യം കൂടി, ഞാനിവിടെ ഒരു സ്പെസിഫിക് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നില്ല, കമ്മീഷന് വേണ്ടി പറയുന്നില്ല. pmsuryakar.government.in നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലെ എംപാനൽഡ് വെണ്ടർ ലിസ്റ്റ് ഡയറക്റ്റ്ലി വെരിഫൈ ചെയ്യാം. ആ ലിസ്റ്റിൽ നിന്ന് മിനിമം 3 കൊട്ടേഷൻ എടുക്കൂ. കമ്പയർ ചെയ്ത് ഡിസൈഡ് ചെയ്യൂ. ഒരൊറ്റ കൊട്ടേഷനിൽ ട്രസ്റ്റ് ചെയ്യരുത്. ഇതൊരു സോളാർ കമ്പനിയും ഇൻസ്റ്റാളറും നിങ്ങളോട് പറയില്ല. കാരണം ഇത് KEC ബില്ലിങ്ങിന്റെ ടെക്നിക്കൽ സ്ട്രക്ചറാണ്, സോളാറിന്റെ അല്ല. പക്ഷേ ഈ ഒരൊറ്റ ഡീറ്റെയിൽ ഇഗ്നോർ ചെയ്താൽ പെർഫെക്റ്റ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടും മൺസൂൺ മന്തിൽ ബിൽ കൂടും. കേരളത്തിൽ ഈ ഒരൊറ്റ സെക്ഷൻ ശ്രദ്ധിച്ചാൽ ഒരു ഫാമിലിക്ക് ആനുവലി 3,000 മുതൽ 5,000 വരെ അഡീഷണൽ സേവ് ചെയ്യാൻ കഴിഞ്ഞേക്കും. KEC ബില്ലിങ്ങിൽ ഒരു ഹിഡൻ ട്രിഗർ ഉണ്ട്, 250 യൂണിറ്റ്സ്. ഇത് KEC ഒഫീഷ്യൽ 2025-2026 താരിഫ് ഓഡിറ്ററിൽ ഡോക്യുമെന്റഡ് ആണ്. KEC ടെലിസ്കോപ്പിക് ബില്ലിംഗ് ആദ്യ 50 യൂണിറ്റ്സിന് 3.25, അടുത്ത 50 യൂണിറ്റ്സിന് 4.05, അടുത്ത 50 യൂണിറ്റ്സിന് 5.10, അടുത്ത 50 യൂണിറ്റ്സിന് 6.95, 201 മുതൽ 250 വരെ 8.20. ഇങ്ങനെ സ്ലാബ് ബൈ സ്ലാബ് ചാർജ്. 249 യൂണിറ്റ്സ് ഉപയോഗിച്ചാൽ ടോട്ടൽ ബിൽ ഏകദേശം 1,388 ആകും. പക്ഷെ 250 യൂണിറ്റ്സ് ക്രോസ് ആകുന്ന നിമിഷം ബില്ലിംഗ് സിസ്റ്റം കംപ്ലീറ്റ്ലി മാറും. നോൺ ടെലിസ്കോപ്പിക് മോഡ് ആകും. 251 യൂണിറ്റ്സ് ആണെങ്കിൽ ആ മന്തിലെ എൻ്റയർ കൺസ്ട്രക്ഷൻ 6.75 ഫ്ലാറ്റ് റേറ്റിൽ ചാർജ് ആകും. ബിൽ 1,700-ൽ കൂടുതലാകും. ഒരൊറ്റ എക്സ്ട്രാ യൂണിറ്റ് 300-ൽ കൂടുതൽ ഡിഫറൻസ്. ഇതാണ് 250 യൂണിറ്റ് ബില്ലിംഗ് ബോംബ്. ഇത് KEC ഒഫീഷ്യൽ താരിഫിൽ ഡോക്യുമെന്റഡ് ആണ്. ഇതൊരു റൂമർ അല്ല.
സമ്മർ മന്തിൽ സോളാർ ഫുൾ കപ്പാസിറ്റിയിൽ ജനറേറ്റ് ചെയ്യും. നെറ്റ് ബിൽ 250 താഴെ. ടെലിസ്കോപ്പിക് ബിൽ കുറഞ്ഞ് ഹാപ്പി. മൺസൂണിൽ ജനറേഷൻ 35 യൂണിറ്റ്സിലേക്ക് ഡ്രോപ്പ് ആകും. നെറ്റ് 265 250 ക്രോസായി. നോൺ ടെലിസ്കോപ്പിക് ട്രിഗർ ബിൽ സ്പൈക്ക്. സോളാർ ഉണ്ടായിരുന്നിട്ടും ബിൽ കൂടി. ഇൻസ്റ്റോളറിനെ ബ്ലെയിം ചെയ്യും. സോളാറിനെ ബ്ലെയിം ചെയ്യും. ആക്ച്വൽ പ്രോബ്ലം സിസ്റ്റം സൈസ് റോങ് ആണ്. ഈ 250 യൂണിറ്റ് ട്രിഗർ കണക്കിലെടുത്തില്ല. ഇതൊഴിവാക്കാൻ സിസ്റ്റം സൈസ് ചെയ്യേണ്ടത് വേസ്റ്റ് മന്തിലും മൺസൂണിലും നെറ്റ് കൺസംഷൻ 250 താഴെ നിൽക്കണമെന്ന കാൽക്കുലേഷനിലാണ്. ഒരു ഗുഡ് ഇൻസ്റ്റാളർ ഇത് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് സിസ്റ്റം ഡിസൈൻ ചെയ്യും. ഇത് ചോദിക്കാത്ത ഇൻസ്റ്റാളറിനെ ട്രസ്റ്റ് ചെയ്യരുത്. മൺസൂൺ മന്തിൽ നെറ്റ് ബിൽ 250 യൂണിറ്റ്സിൽ കുറവാകുന്ന സിസ്റ്റം സൈസ് ആണോ ഇത് എന്ന് ഇൻസ്റ്റാളറോട് ചോദിച്ചു നോക്കൂ. കാൽക്കുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ആൻസർ ഇല്ലെങ്കിൽ ആ ഇൻസ്റ്റാളർ തെറ്റായ സിസ്റ്റം സൈസ് ചെയ്യും. ട്രാപ്പ് 3 പവർ കട്ട് ട്രാപ്പ്. കേരളത്തിൽ ഇൻസ്റ്റാൾ ആകുന്ന ഭൂരിഭാഗം റെസിഡൻഷ്യൽ സോളാർ സിസ്റ്റവും ഓൺ ഗ്രിഡ് ആണ്. ഓൺ ഗ്രിഡിന്റെ ലോജിക്ക് സിമ്പിൾ ആണ്. പാനൽ ജനറേറ്റ് ചെയ്യുന്ന പവർ നിങ്ങൾ യൂസ് ചെയ്യും. ബാക്കി KCB ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് ബില്ലിൽ ക്രെഡിറ്റ് കിട്ടും. KCB നെറ്റ് മീറ്ററിംഗിൽ സർപ്ലസ് യൂണിറ്റ് ബാങ്ക് ആകും. ഇയർ എൻഡ് സെറ്റിൽമെന്റ് ആകും. നോർമൽ കണ്ടീഷൻസിൽ ഇത് പെർഫെക്റ്റ്ലി എഫിഷ്യന്റ് സിസ്റ്റം ആണ്. പക്ഷേ KCB പവർ കട്ട് ആകുമ്പോൾ ഓൺ ഗ്രിഡ് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഷട്ട് ഡൗൺ ആകും. റൂഫിൽ പാനലുണ്ട്, സൺ ഉണ്ട്, ഒരു ഫാൻ പോലും ഓടില്ല. 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത ശേഷവും ഇത് കണ്ടാൽ ആർക്കും ഷോക്കാകും. പക്ഷേ ഇത് സിസ്റ്റത്തിന്റെ ഫെയിലർ അല്ല. കാരണം സിമ്പിളാണ്. ഓൺ ഗ്രിഡ് സിസ്റ്റം KCB ലൈനുമായി കണക്റ്റഡ് ആണ്. ലൈനിൽ കറണ്ട് ഇല്ലെങ്കിൽ സോളാറും ഓട്ടോമാറ്റിക്കലി ഓഫ് ആകും. ഗ്രിഡ് റിപ്പയർ ചെയ്യുന്ന KCB ലൈൻമാന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇത് സിസ്റ്റത്തിന്റെ പ്രശ്നമല്ല, ഇത് ഡിസൈൻ തന്നെയാണ്. പക്ഷേ ഇത് ഇൻസ്റ്റാളർ മുൻകൂട്ടി പറഞ്ഞില്ലെങ്കിൽ 1 ലക്ഷം മുടക്കിയ ആൾ ആദ്യ പവർ കട്ടിൽ സോളാർ പണിമുടക്കി എന്ന് കരുതും. ഇതിന് സൊല്യൂഷനാണ് ഹൈബ്രിഡ് സിസ്റ്റം. ഹൈബ്രിഡിൽ ബാറ്ററി സ്റ്റോറേജ് ഉണ്ട്. പവർ കട്ടിൽ സോളാർ ജനറേറ്റ് ചെയ്ത ബാറ്ററി ചാർജ് ആകും. ഈ പവർ ഹോമിൽ യൂസ് ചെയ്യാം. കേരളത്തിൽ ഫ്രീക്വന്റ് പവർ കട്ടാണോ? AC, ഫ്രിഡ്ജ്, മെഡിക്കൽ എക്യുപ്മെന്റ് പവർ കട്ടിൽ ഇവ നിർബന്ധമാണോ? ഹൈബ്രിഡ് ആണ് റൈറ്റ് ചോയ്സ്. ബിൽ ഡിഡക്ഷൻ മാത്രം ആവശ്യം. പവർ കട്ട് റയറാണ്. ഓൺ ഗ്രിഡ് സഫിഷ്യന്റ്. കോസ്റ്റും കുറവ്. പേബാക്കും വേഗം. ഈ ഡിസിഷൻ ഇൻസ്റ്റലേഷന് ശേഷം ചേഞ്ച് ചെയ്യാൻ എക്സ്പെൻസീവ് ആകും. ഇൻസ്റ്റാളിന് മുമ്പ് കോൺഷ്യസ്ലി ഡിസൈഡ് ചെയ്യൂ. ഈ ഡിസിഷൻ നിങ്ങളുടേതാണ്, ഇൻസ്റ്റാളറിൻ്റേതല്ല. KCB പവർ കട്ട് ആകുമ്പോൾ ഈ സിസ്റ്റം പ്രവർത്തിക്കുമോ എന്ന് ഇൻസ്റ്റാളറോട് ചോദിക്കുക. നോ എന്നാണെങ്കിൽ ഓൺ ഗ്രിഡ്, യെസ് ആണെങ്കിൽ ഹൈബ്രിഡ്. ഇൻസ്റ്റാളിന് മുമ്പ് ഇത് ഡിസൈഡ് ചെയ്യുക. ട്രാപ്പ് 4 ഇൻവെർട്ടർ മിസ്മാച്ച് ട്രാപ്പ്. ഇതാണ് ഏറ്റവും ടെക്നിക്കൽ, പക്ഷെ ഫിനാൻഷ്യലി ഏറ്റവും കോസ്റ്റ്ലി മിസ്റ്റേക്ക്. കാരണം ഇത് കണ്ണിൽ കാണില്ല, ബില്ലിൽ മാത്രമാണ് കാണുന്നത്. ഒരു സോളാർ സിസ്റ്റത്തിൽ 2 കോർ കോമ്പോണൻസ് ഉണ്ട്. പാനൽസ് സൺലൈറ്റിനെ DC ഇലക്ട്രിസിറ്റി ആക്കുന്നു. ഇൻവെർട്ടർ ആ DC ഇലക്ട്രിസിറ്റിയെ ഹോമിൽ യൂസ് ആകുന്ന AC ഇലക്ട്രിസിറ്റി ആക്കുന്നു. ഇൻവെർട്ടറിന്റെ കപ്പാസിറ്റി പാനൽ കപ്പാസിറ്റിക്ക് റഫ്ലി മാച്ച് ആയിരിക്കണം. ഇൻവെർട്ടർ സിഗ്നിഫിക്കൻ്റ്ലി സ്മോളർ ആണെങ്കിൽ പാനൽ ജനറേറ്റ് ചെയ്യുന്ന പവർ ഫുള്ളി യൂസ് ആകില്ല. ആ എക്സ്ട്രാ പവർ വേസ്റ്റ് ആകും. ഇതിനെ ഇൻഡസ്ട്രിയൽ ക്ലിപ്പിംഗ് എന്ന് പറയും. നിങ്ങളുടെ റൂഫിൽ നിന്ന് ജനറേറ്റ് ചെയ്ത ഇലക്ട്രിസിറ്റി ഇൻവെർട്ടർ പ്രോസസ്സ് ചെയ്യാതെ ഡിസപ്പിയർ ആകുന്നു. 1 ലക്ഷത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത സിസ്റ്റത്തിൽ ഇത് സൈലന്റ്ലി സംഭവിക്കും. ഒരു 1.10 AC റണ്ണിങ്ങിൽ 1.5 കിലോവാട്ട് മുതൽ 2 കിലോവാട്ട് വരെ പവർ ആവശ്യമാണ്. ഫ്രിഡ്ജ്, ഫാൻ, ലൈറ്റ്സ് ഇതെല്ലാം കൂടി ടോട്ടൽ ഹോം ലോഡ് 3 കിലോവാട്ടിൽ കൂടുതലാകും. ഇതിന് 3 കിലോവാട്ട് പാനൽ വേണം, 3 കിലോവാട്ട് ഇൻവെർട്ടർ വേണം. ഇനി ഒരു ഇൻസ്റ്റാളർ 20,000 സേവ് ചെയ്യിക്കാൻ 3 കിലോവാട്ട് പാനൽസിന് 2 കിലോവാട്ട് ഇൻവെർട്ടർ കൊട്ടേഷൻ ചെയ്തു. നിങ്ങൾ എഗ്രിയും ചെയ്തു. കൊട്ടേഷനിൽ ഈ മിസ്മാച്ച് ശ്രദ്ധിച്ചില്ല. സിസ്റ്റം ഇൻസ്റ്റാളായി, ബിൽ കുറഞ്ഞില്ല. സോളാറിനെ ബ്ലെയിം ചെയ്തു. പക്ഷെ പ്രോബ്ലം ഇവിടെയാണ്. പാനൽ ജനറേറ്റ് ചെയ്ത 3 കിലോവാട്ടിൽ ഇൻവെർട്ടർ പ്രോസസ്സ് ചെയ്യുന്നത് 2 കിലോവാട്ട് മാത്രം. ബാക്കി 1 കിലോവാട്ട് വേസ്റ്റ് ആകും. AC ഓണാകുമ്പോൾ ഗ്യാപ്പ് KCBയിൽ നിന്ന് ഡ്രോ ആകും. ബിൽ കുറയില്ല. സോളാർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷവും ആ 20,000 സേവിംഗ് 5 വർഷം കൊണ്ട് 30,000-ൽ കൂടുതൽ എക്സ്ട്രാ ബില്ലായി തിരിച്ചടിക്കും. ഇൻസ്റ്റാളറിന് 20,000 പ്രോഫിറ്റ്, നിങ്ങൾക്ക് 30,000 ലോസ്. പാനൽ കിലോവാട്ടും ഇൻവെർട്ടർ കിലോവാട്ടും റഫ്ലി മാച്ചാണോ എന്ന് കൊട്ടേഷനിൽ ചെക്ക് ചെയ്യുക. ഇൻവെർട്ടർ സിഗ്നിഫിക്കൻ്റ്ലി സ്മോളർ ആണെങ്കിൽ ആ കൊട്ടേഷൻ റിജക്റ്റ് ചെയ്യൂ. ഇനി ഒരു ഇൻസ്റ്റാളർ വരുന്ന സമയത്ത് ഈ 4 ചോദ്യങ്ങൾ ചോദിക്കുക. 1. PM സൂര്യകർ പോർട്ടലിൽ നിങ്ങൾ എംപാനൽഡ് ആണോ? നോ ആണെങ്കിൽ 78,000 സബ്സിഡി ഇല്ല, ആ ഇൻസ്റ്റാളറിനെ കൺസിഡർ ചെയ്യണ്ട. 2. മൺസൂൺ മന്തിൽ നെറ്റ് ബിൽ 250 യൂണിറ്റ്സിൽ കുറവാകും. ഇത് കാൽക്കുലേറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുക. കാൽക്കുലേഷൻ ഇല്ലെങ്കിൽ റോങ് സൈസിംഗ്, മൺസൂണിൽ ബിൽ സ്പൈക്ക് ഗ്യാരണ്ടി.
3. പവർ കട്ടിൽ ഈ സിസ്റ്റം ഓടുമോ? ഉത്തരം കേട്ട് ഓൺ ഗ്രിഡ് വേഴ്സ് ഹൈബ്രിഡ് കോൺഷ്യൻസ്ലി ഡിസൈഡ് ചെയ്യൂ. 4. പാനൽ കിലോവാട്ടും ഇൻവെർട്ടർ കിലോവാട്ടും റഫ്ലി മാച്ച് ആണോ? ഇൻവെർട്ടർ സിഗ്നിഫിക്കന്റ്ലി സ്മോളർ ആണെങ്കിൽ റിജക്റ്റ് ചെയ്യൂ. ഈ 4 ചോദ്യത്തിനും ക്ലിയർ കാൽക്കുലേഷൻസ് ബേസ്ഡ് ആൻസർ ഇല്ലാത്ത ഒരു ഇൻസ്റ്റാളർ 1 ലക്ഷത്തിൽ കൂടുതൽ നിങ്ങളെ കൊണ്ട് റോങ് വേയിൽ ഇൻവെസ്റ്റ് ചെയ്യിക്കും. ഇത് ഒപ്പീനിയൻ അല്ല, ഇത് KEB താരിഫ് ഡാറ്റയും PM സൂര്യക്കാർ സ്കീം ഗൈഡ് ലൈൻസും സോളാർ എഞ്ചിനീയറിംഗും ചേർന്ന് കൺഫേം ചെയ്യുന്ന ഫാക്റ്റ് ആണ്. ഇപ്പോൾ സോളാർ ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ KEB ബിൽ എമൗണ്ട് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ബിൽ എമൗണ്ട് കമന്റിലിട്ടാൽ കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യും. ഒരുമിച്ച് ഡിസൈഡ് ചെയ്യുന്നതാണ് ബൈ റേറ്റ്. സോളാർ ആലോചിക്കുന്ന ഒരാളെ നിങ്ങൾക്കറിയാമെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഫോർവേഡ് ചെയ്യുക. 1 ലക്ഷത്തിൽ കൂടുതൽ റോങ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് അവരെ സംരക്ഷിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.